ഹലോ ഗൈസ്, എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്താ പുതിയ വീഡിയോസ് ഒന്നും കാണാത്തന്നിട്ടോ. സമയമൊന്നും ഇല്ലായിട്ട് തന്നെ കാര്യം പറഞ്ഞുതരാം. എക്സാംസ് ഒക്കെ അല്ലായിരുന്നോ കുട്ടികളെ. അത് മാത്രമല്ല, ജോലി തിരക്കൊക്കെ ആയിട്ട് ലെങ്തി വീഡിയോസ് ഒന്നും ഇടാൻ ടൈം കിട്ടാറില്ല. അതാണ് സത്യം. ഷോർട്ട് വീഡിയോസ് ആണ് കൂടുതൽ ഇടാറുള്ളത്. പിന്നെ നമ്മള് ചാനല് നിലനിന്ന് പോണമെങ്കിൽ നമ്മൾ ഏതെങ്കിലുമൊക്കെ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കണം എന്നാണല്ലോ. അപ്പൊ അങ്ങനെ ഞാൻ ഷോർട്ട് വീഡിയോ ഇടാറുണ്ട്. ഇനി ഷോർട്ട് വീഡിയോസ് ഇടുന്നവർക്ക് വേണ്ടിയിട്ടൊരു കാര്യം പറഞ്ഞുതരാം. നമുക്കിനി ഒരു വീഡിയോസും കിട്ടില്ലെങ്കിൽ നമുക്ക് അതിൽ AI വീഡിയോസ് എഡിറ്റ് ചെയ്തിടാനുണ്ട് കേട്ടോ. നമ്മളുടെ ഐഡിയക്ക് അനുസരിച്ച് നമ്മൾ പ്രോംപ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ എഡിറ്റ് ചെയ്തിട്ട് ഷോർട്ട് വീഡിയോസ് ക്രിയേറ്റ് ചെയ്തിടാം. അപ്പം നമ്മളുടെ എന്താ പറയുക, യൂട്യൂബ് ചാനല് അവിടെ ടെർമിനേറ്റ് ആവാതെ എങ്ങനെ നിൽക്കും. അപ്പൊ പറഞ്ഞു വരുന്നത്, നമ്മളിപ്പോൾ കോഴിക്കോട് ബീച്ചിലാണ്. ഇപ്പൊ എക്സാം ഒക്കെ കഴിഞ്ഞ് വെക്കേഷന്റെ ടൈമിലല്ലേ, ഇപ്പം ഒരുപാട് ആളുകൾ പല ജില്ലകളിൽ നിന്നായിട്ട് കോഴിക്കോട് ബീച്ചിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇന്നലെ എന്താ പറയാ, കുറേ റിലേറ്റീവ്സിന്റെ വീട്ടിലൊക്കെ പോയി. അപ്പൊ അവിടെ തന്നെ ചില ടൈം സ്പെൻഡ് ചെയ്തതിനെ കൊണ്ട് തന്നെ എന്താ പറയാ, ഒരുപാട് സമയം പോയി. അപ്പൊ അങ്ങനെ അവിടുന്ന് പണ്ടൊക്കെ നമ്മൾ ബീച്ചിലേക്ക് എന്താ പറയാ, ഒരു 7 മണി കഴിഞ്ഞാൽ ബീച്ചിലൊന്നും ആളുണ്ടാവില്ല അല്ലേ. ഇപ്പം പറഞ്ഞാല് നമ്മൾ രാത്രിയാണ് രസം. എല്ലാവർക്കും നൈറ്റാണ് വൈബ് എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെ നമ്മള് ഒരു 8 മണി 8:30 ആയിട്ടാണ് വന്നത് തന്നെ. പിന്നെ പോയത് ഒരു 11:30 ആ സമയത്താണ്. പിന്നെ ഇന്ന് ഡ്യൂട്ടി ഒക്കെ ഉള്ള കാരണം ഒരുപാട് ലേറ്റ് ആവാൻ നിന്നില്ല. കാര്യം 11:30 12 മണിക്ക് ആളുകൾ ബീച്ചിലേക്ക് വരുന്ന സമയം കൂടിയാണെന്നുള്ളത് ഒരു രസം തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ അത്രയും ഒരു വൈബാണ് ബീച്ചിൽ. കാരണം പഴയ സെറ്റിങ്സും കാര്യങ്ങളും ഒന്നും അല്ല. അപ്പൊ കുട്ടികൾക്ക് വേണ്ടി കളിക്കാനുള്ള ഒരുപാട് റൈഡിങ്, അതുപോലെ തന്നെ ഒട്ടകം, കുതിര, പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടാതെ തന്നെ ഇപ്പൊ VR ഗെയിംസും കാര്യങ്ങളുണ്ട്. പിന്നെ അതുപോലെ നമുക്ക് കുറെ നിന്നിട്ടുണ്ടെങ്കിൽ ആളുകൾക്കൊക്കെ, പ്രായമുള്ള ആളുകളൊക്കെ ഇപ്പൊ വിരിച്ച് നമ്മുടെ സ്വന്തം വീട് പോലെ അങ്ങ് കിടക്കുക എല്ലാ സ്ഥലത്തുമായിട്ട്. എവിടെയാന്നുള്ള ഓർമ്മ നമുക്കില്ല, നമ്മൾ എവിടെ വന്നു എന്നുള്ള. എല്ലാവരും നല്ല സുഖസുന്ദരമായിട്ട് ആ ഒരു ബീച്ചില് നല്ല കാറ്റും കൊണ്ട്, തണുത്ത കാറ്റും കൊണ്ട് ഇങ്ങനെ കിടക്കാണ്. അപ്പം നമുക്ക് എന്താ പറയാ, സമയം പോകുന്നത് അറിയില്ല. അപ്പൊ അവിടുന്ന് ഞങ്ങള് സമയം ചെലവഴിച്ചതിന് ശേഷമാണ് പിന്നെ നമ്മള് ഫുഡൊക്കെ കഴിച്ച് വീട്ടിലേക്ക് തിരിച്ചെത്തിയത്. അപ്പൊ അനിയന്റെ മോനാണ് കൂടെയുള്ള ചെറിയ മോന്. അപ്പൊ അവന് ആദ്യം ചെറുതായിട്ടൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നു കേറാൻ വേണ്ടിയിട്ട്. പിന്നെ നിർബന്ധിച്ചില്ല, ഇഷ്ടം ഉണ്ടെങ്കിൽ കേറിയാൽ മതി എന്ന് പറഞ്ഞു. പല പിള്ളേരും ഇതില് കളിക്കുന്ന കാണുമ്പോൾ അവനത് ഇഷ്ടം. അങ്ങനെ അവൻ കയറിയതാണ് നിങ്ങൾ കാണുന്ന വീഡിയോയില്. അപ്പൊ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. എൻ്റെ യൂട്യൂബ് ചാനൽ R2N മലയാളം, എൻ്റെ ഫേസ്ബുക്ക് പേജ് രേഷ്മ N അനൂപാണ്. അപ്പം ഫേസ്ബുക്ക് പേജ് നിങ്ങൾ ഫോളോ ചെയ്യാം, ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാം. അപ്പം എല്ലാവർക്കും നന്ദി, നമസ്കാരം.